ഇന്ന് +2 സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് BSc ഫോറൻസിക് സയൻസ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ വേറൊന്നുമല്ല കേട്ടോ. ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വിദ്യാർത്ഥികളുടെ ഒരു പാഷനാണ് എന്താണ് കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നത്. സോ കറന്റ് ഞാനുള്ളത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ തന്നെ BSc ഫോറൻസിക് സയൻസ് പഠിക്കാനായിട്ട് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു കോളേജിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഞാനുള്ളത്. കോളേജ് വേറൊന്നല്ല, RR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ RR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി, അതായത് ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി അണ്ടറിൽ കർണാടകയിൽ ആദ്യമായിട്ട് BSc ഫോറൻസിക് സയൻസ് സ്റ്റാർട്ട് ചെയ്തൊരു കോളേജ് എന്ന് പറഞ്ഞാൽ RR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. പിന്നെ പല വിദ്യാർത്ഥികൾക്കുള്ള വലിയൊരു ഡൗട്ടാണ് ഈ BSc ഫോറൻസിക് സയൻസിന്റെ ഡ്യൂറേഷൻ എന്താണ്, എലിജിബിലിറ്റി എന്താണ് എന്നുള്ള കാര്യത്തിലൊക്കെ അവർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട്. നമ്മുടെ BSc ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് 3 years ആണ് ഡ്യൂറേഷൻ. ദെൻ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച ഏതൊരു വിദ്യാർത്ഥിക്ക് എന്തെടുത്ത് പഠിക്കാനായിട്ട് സാധിക്കും? BSc ഫോറൻസിക് സയൻസ് എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ മിനിമം മാർക്ക് നമുക്ക് വന്നിട്ട് 50% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് ഉണ്ടാവുകയും വേണം. ഇതാണ് നമ്മുടെ ഒരു മിനിമം എലിജിബിലിറ്റി വരുന്നത്. സോ നമുക്കൊരു കാര്യം ചെയ്താൽ നമുക്ക് ഈ ഒരു ക്യാമ്പസ് ഫുള്ളായിട്ട് ചുറ്റി കാണാം. അതിനോടൊപ്പം എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു കോഴ്സിന്റെ എലിജിബിലിറ്റിയും പിന്നെ എന്തൊക്കെയാണ് ഈ ഒരു കോഴ്സിനകത്ത് പഠിക്കേണ്ടതുള്ളത് എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് കോളേജ് പോയി കണ്ടാലോ? ഇതാണ് നമ്മുടെ മെയിൻ ക്യാമ്പസ്, അതായത് RR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മെയിൻ ഗേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു കോളേജ് വരുന്നതെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ സിറ്റിയുടെ ഉള്ളിലായിട്ടാണ് കേട്ടോ നമ്മുടെ ഒരു കോളേജ് വരുന്നത്. കറന്റ് നമ്മുടെ എന്താണ് കോളേജ് ഡേ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം. അതിന്റെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സെക്യൂരിറ്റി ക്യാബിൻ ഉണ്ട്. ദെൻ റൈറ്റ് സൈഡിലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്തുണ്ട്, ഒരു എന്റർടൈൻമെന്റ് ഏരിയ ഉണ്ട്, ആംബി തിയേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ടാണ്. ഓക്കെ, ദെൻ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് വന്ന് റെസ്റ്റ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് അവൈലബിൾ ആണ്. സോ നമ്മുടെ ആംബി തിയേറ്ററിലോട്ട് പോകുന്ന സൈഡിലായിട്ടായിട്ട് നമ്മുടെ എന്താണ് സ്പോർട്സ് ഏരിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആംബി തിയേറ്റർ പോകുന്ന സൈഡിലായിട്ടാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ആംബി തിയേറ്റർ വരുന്നത്. അതായത് സ്റ്റുഡൻസിന്റെ എന്തെങ്കിലും പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ വെച്ചിട്ടായിരിക്കും സ്റ്റുഡൻസിന്റെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുക, സ്റ്റുഡൻസിന് അവിടെ ഇരുന്നിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഒരു ഓപ്പൺ സ്റ്റേജ് പോലെയാണ് എന്ത് ചെയ്തേക്കുന്നത് നമ്മുടെ ആംബി തിയേറ്റർ അവർ ബിൽറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ചെടികളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നട്ടിട്ട് സ്റ്റുഡൻസിന് വന്നിരിക്കാനും അവരുടെ ഫ്രീ ടൈംസ് സ്പെൻഡ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് നല്ല എന്ത് ചെയ്തിട്ടുണ്ട് ഒരു കാംഫുൾ അറ്റ്മോസ്ഫിയർ തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഒരു ഇൻഡോർ ടർഫ് അവൈലബിൾ ആണ്. സോ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, എന്തെങ്കിലും സ്പോർട്സ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഇൻഡോർ ടർഫ് അവിടെ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, കോളേജിന്റെ ഓപ്പോസിറ്റ് സൈഡ് പോവാം. ഓപ്പോസിറ്റ് സൈഡ് പോയതിനു ശേഷം അവിടെ എന്തൊക്കെയാണ് ഉള്ളത്, അതിനുശേഷം കോളേജിന്റെ ഇൻസൈഡ് പോർഷനിൽ പോവാം. ദെൻ അവിടെയും എന്തൊക്കെയാണ് അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യം കൂടെ നമുക്കൊന്ന് നോക്കി നോക്കാം. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ RR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു NBA അഗ്രിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഓട്ടോണോമസ് ആയിട്ടുണ്ട്. ഓട്ടോണോമസ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അത്രയേറെ ക്വാളിറ്റി ആവുന്ന സമയത്താണ് എന്ത് കൊടുക്കുന്നത്, അവർ ഓട്ടോണോമസ് സ്റ്റാറ്റസ് കൊടുക്കുന്നത്. ഹായ് ബ്രോ, നമ്മുടെ മലയാളി പിള്ളേരാണ്. നമ്മൾ ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് ഇവിടെയുള്ള സ്റ്റുഡൻസിന്റെ ഒരു മോർ ദാൻ ഒരു 70% മലയാളികളാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരുപാട് PGസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുകൂടാണ്ട് മെസ്സിൽ തന്നെ നമുക്ക് മലയാളീസിന് അഡ്ജസ്റ്റബിൾ ആവുന്ന രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് എന്ന് പറയുന്നത് കോളേജിന്റെ ഒരു പാർക്കിംഗ് ഏരിയ ഇവിടെ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതെന്ന് പറയുന്നത് സ്റ്റുഡൻസിന് ഫ്രീ ടൈമിൽ വന്ന് എന്ത് ചെയ്യാം, പിന്നെ ഇരിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ സ്റ്റുഡൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ടൈമിൽ അവർ വന്നിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫുള്ള് ബഫല്ലോ മാറ്റൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല പച്ചപ്പോടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഒരു റൈറ്റ് സൈഡൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ക്യാമ്പസ്. ഇവിടെ ക്യാമ്പസ് ഭയങ്കര ഗ്രീനി ആയിട്ടാണ് ക്യാമ്പസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതിന് ഭയങ്കര കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അവർ ചൂട് ഫീൽ ചെയ്യത്തില്ല. നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ചൂടായിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ആ ഒരു ചൂടോ കാര്യങ്ങളൊക്കെ ഒന്നും ഫീൽ ചെയ്യാൻ പോകുന്നില്ല. ഭയങ്കര ഗ്രീനി ആയിട്ട് ഇന്ന് ഒരു ക്യാമ്പസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ ഓൾഡ് ആയിട്ടുള്ളൊരു കോളേജാണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന്റെ അവരുടെ പ്രാക്ടിക്കൽസ് അങ്ങനെയുള്ള കാര്യത്തിനകത്തൊന്നും തന്നെ സ്റ്റുഡൻസ് ടെൻഷൻ അടിക്കേണ്ട കാര്യമോ ഒന്നും തന്നെ ഇല്ല. എല്ലാ ഫെസിലിറ്റീസും ഒന്നുണ്ട് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ എന്തുണ്ട്, ഇവിടുന്ന് ഇതാണ് നമ്മുടെ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് ഇത് വരുന്നത്.
ഇന്നിപ്പോ സ്റ്റുഡൻസിന്റെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. സ്റ്റുഡൻസിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. നമുക്ക് എന്തായാലും കുട്ടികളുടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം എന്താണെന്നുള്ളത്. ഇന്ന് സ്റ്റുഡൻസിന്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓപ്പൺ സ്റ്റേജിൽ വെച്ചാണ് സ്റ്റുഡൻസിന്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. Hey buddy, this is a song which is gonna be a massive hit of the year. Thank you. ಮಾಡಿಸುತ್ತ ಮನುಷ್ಯಂತ ನಾನ್ ತೋಳ ಬಚ್ಚಿ ಮೇಲೆ ಕಟ್ಟಿ ಅರ್ರರ್ರ ನಾಕ ಮುಖ ನಾಕ ಮುಖ ನಾಕ ಮುಖ ಮಾಡಿಸುತ್ತ ಮನುಷ್ಯಂತ ನಾನ್ ತೋಳ ಬಚ್ಚಿ ಮೇಲೆ ಕಟ್ಟಿ ಅರ್ರರ್ರ ನಾಕ ಮುಖ ನಾಕ ಮುಖ ನಾಕ ಮುಖ ಅರ್ರರ್ರ ನಾಕ ಮುಖ 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 ಅರ್ರರ್ರ ನಾಕ ಮುಖ ನಾಕ ಮುಖ ನಾಕ ಮುಖ ನಾಕ ಮುಖ ನಾಕ ಮುಖ ನಾಕ ಮುಖ ನಾಕ ಮುಖ. സോ നിങ്ങളുടെ +2 പഠനം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വളരെ നല്ലൊരു കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് ലൈഫ് വളരെ വേഗത്തിൽ സെറ്റിൽ ആക്കാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് എന്ത് ചെയ്യാം, RR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ RR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അഡ്മിഷൻ എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും, then ഇതിന്റെ ഒരു എലിജിബിലിറ്റി എന്താണ്, അത്തരം കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യാം, ഉറപ്പായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ബിക്കോസ് എന്താണ്, ബാംഗ്ലൂർ ഒന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഇതിലും നല്ലൊരു ഓപ്ഷൻ എന്തായാലും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. സോ എന്ത് ചെയ്യുക, അഡ്മിഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ബി കോൺടാക്ട് us.